ഹായ് ഫ്രണ്ട്സ്, കൈരളി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പ്ലസ് ടു ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏകദേശം പകുതി കൂടുതൽ കഴിഞ്ഞെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോയാണ്. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. എല്ലാവരും ഒരു നോട്ട് കരുതുക. എന്നിട്ട് ഈ പഠിപ്പിക്കുന്ന ടോപ്പിക്കിനെ ആ നോട്ടിനകത്ത് പകർത്തുക. എന്നിട്ട് അതിനെ സെപ്പറേറ്റ് വീണ്ടും എന്ത് ചെയ്യുക, പഠിക്കുക. ആദ്യം കാര്യം മനസ്സിലാക്കുക, പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അതിനെ ഒരു നോട്ടിലോട്ട് എന്ത് ചെയ്യുക, എഴുതി തന്നെ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യും, പെട്ടെന്ന് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ശരി, അപ്പോൾ നമുക്ക് കൂടുതൽ പറയാതെ പാഠത്തിലോട്ട് പോകാം. ശരി, നമ്മൾ ഫസ്റ്റ് പാഠത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്തെന്നാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു ചാർജ് Q എന്ന് പറയുന്നൊരു ചാർജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ചാർജ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇനി മറ്റൊരു ചാർജ് ഇനി Q0 എന്ന് പറഞ്ഞൊരു ചാർജിന് എടുത്തിട്ടുണ്ട്. അതങ്ങ് ദൂരെ അങ്ങ് ഇൻഫിനിറ്റിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതായത് ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഒരു ഇൻഫ്ലുവൻസും ഈ ചാർജിന് ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഈ ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി ഈ Q0 എന്ന് പറയുന്ന ചാർജിൻ്റെ പ്രത്യേകത, അതൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. അതായത് അതൊരു 1 കൂളം ചാർജാണ്. എൻ്റെ വാല്യൂ +1 കൂളമാണ്. ഓക്കെ, അത് മറക്കരുത്. Q0 എന്ന് പറഞ്ഞ ചാർജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +1 കൂളമാണ്. അപ്പോൾ ഈ ചാർജ് അങ്ങ് ഇൻഫിനിറ്റിയിലിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ചാർജിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വർക്കിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. അപ്പോൾ ഈ Q0 എന്ന് പറയുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ചാർജിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇതിനൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസിറ്റ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് ആരെ കൊണ്ടുവരുന്നത്, ഈ Q0 എന്ന് പറയുന്ന ചാർജിനെ ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഈ Q0 എന്ന് പറയുന്ന ചാർജിനെ ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ ഒരു ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു വർക്ക് ചെയ്യണം. ആ ചെയ്യുന്ന വർക്കിനെയാണ് ഈ ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ചാർജിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അങ്ങ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ചാർജിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ചെയ്യുന്ന വർക്കാണെന്ത്, പൊട്ടൻഷ്യൽ അല്ലേ, =V ആണ്. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ. ഇതൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൻ്റെ കേസിലാണ്. ഓക്കെ, എന്നാൽ ഇതേപോലത്തെ ഒരുപാട് ചാർജ് ഉണ്ടോ, അല്ലെങ്കിൽ വേറൊരു, ഇപ്പോൾ നമ്മളിവിടെ പോസിറ്റീവ് ചാർജ് ആയിട്ട് യൂണിറ്റ് ചാർജാണ് എടുത്തത്, അതിൻ്റെ വാല്യൂ 1 ആണ്. എന്നാൽ 2 കൂളം 3 കൂളം ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അവരെ എല്ലാവരെയും ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ മാറും, V × Q എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് Vക്ക് ഒരു ഇക്വേഷൻ കിട്ടും, V = W/Q. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പൊട്ടൻഷ്യൽ ഒരു ഇക്വേഷൻ കിട്ടി, V = W/Q. ഓക്കെ, വർക്ക് ബൈ ചാർജ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്നെ ഒരു യൂണിറ്റും നമുക്കിവിടെ നിന്ന് എഴുതാം. യൂണിറ്റ് എന്ന് പറയുന്നത്, വർക്കിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ജൂളാണ്. ഇനി ഇത് Q, ചാർജിൻ്റെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചു കാണും, കൂളമാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ കൂളം, മുകളിൽ പോകുമ്പോൾ കൂളം ⁻⁻⁻⁻⁻⁻. ഓക്കെ, ഇത് ഒരു യൂണിറ്റ്. അല്ലാതെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, വോൾട്ട് ആണ്. ഓക്കെ, പൊട്ടൻഷ്യലിനോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ്, ഇവർക്ക് എല്ലാവർക്കും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മറ്റൊരു ചാർജിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക, V = W/Q. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പഠിച്ചിരിക്കുക, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇവിടെ എടുക്കുകയാണ്, ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്, A എന്നും B എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഇവിടുത്തെ ഇതിന് ഒരു VA എന്ന് പറയുന്നൊരു പൊട്ടൻഷ്യൽ കൊടുക്കുകയാണ്, ഇവന് VB എന്ന് പറയുന്നൊരു പൊട്ടൻഷ്യൽ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ പഠിച്ച സെയിം സെന്റൻസ് തന്നെയാണ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇവിടെ നിന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടോ കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഇവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ഇക്വേഷൻ എഴുതിയിരിക്കാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് VAB = VA - VB.
ഓക്കെ, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡ്യൂ ടു 2 പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡ്യൂ ടു 2 പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റ്, ആ പോയിന്റാണ് നമ്മൾ ഇവിടെ ആയിട്ട് എടുത്തത്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ മറ്റൊരു ചാർജിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ V = W/Q. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ജസ്റ്റ് നിങ്ങളല്ലാതെ ഒരു ഇക്വേഷൻ പഠിച്ചു V = W/Q എന്ന്. ഇതല്ലാതെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചാർജ് എടുത്തു. ആ ചാർജ് +Q എന്ന് പറഞ്ഞ ഒരു ചാർജ് എടുത്തു. എന്നിട്ട് ഈ ചാർജിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്കറിയാം പ്ലസ് ചാർജ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഔട്ട്വേർഡ്സ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു പോയിന്റ് B, അത് കഴിഞ്ഞ് ഇവിടെ ഒരു പോയിന്റ് A, അങ്ങനെ 2 പോയിന്റുകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ B എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചിട്ടുണ്ട്. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനാണ് ഞാൻ Q0 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെ നമ്മൾ B എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുകയാണ്. ഇനി ഇവിടെ മറ്റൊരു പോയിന്റ് എടുത്തിട്ടുണ്ട് A എന്ന് പറയുന്നൊരു പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ ചാർജിനെ B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എവിടെ വരെ കൊണ്ടുവരണം? A വരെ കൊണ്ടുവരണം. ഓക്കെ, അപ്പം B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ Q0 എന്ന് പറയുന്ന ചാർജിനെ A എന്ന് പറയുന്ന പോയിന്റിൽ വരെ നമുക്ക് കൊണ്ടുവരണം. ഇനി A തൊട്ട് ഈ ചാർജ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് R-ഉം പിന്നെ Q തൊട്ട് ഈ B എന്ന് പറഞ്ഞ പോയിന്റ് വരെയുള്ള ദൂരം X-ഉം ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഫിഗറിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി കാണും. ഇനി അടുത്ത് നമ്മൾ നേരെ നമ്മുടെ ഡെറിവേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന Q0 എന്ന് പറയുന്ന ചാർജിനെ ഞാൻ കുറച്ച് ദൂരം നീക്കുകയാണ്. ആ നീക്കിയ ദൂരം ഞാൻ dx എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ Q0 എന്ന് പറയുന്ന ചാർജ് ബിയിൽ ഇരിക്കുകയാണ്. ആ ബിയിൽ ഇരുന്ന ചാർജിനെ ഞാനൊരു കുറച്ച് ദൂരം നീക്കി. ആ നീക്കിയ ദൂരത്തിനാണ് ഞാൻ എന്തെടുത്തത്? dx എന്നെടുത്തത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ചെയ്ത വർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ ചെറിയൊരു ഡിസ്റ്റൻസ് എടുത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വർക്കായി എടുക്കുന്നു. അങ്ങനെ dW നമുക്കറിയാം dW വർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് dx. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മളെ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതാ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ ചാർജിന് ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഈ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് അതാണ് എന്ത്? ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ്. ഇനി നമ്മൾ ചാർജിനെ നീക്കുന്നത് ഇങ്ങോട്ട്, എന്നാൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സ് അങ്ങോട്ട്. അപ്പോൾ ഇതിന് ഉറപ്പായിട്ട് എന്ത് വരും? ഒരു മൈനസ് വരും. ഇനി നമുക്ക് ഇതറിയാം, ഈ F എന്ന് പറയുന്നത് എന്താണ്? E ആണ്. ഓക്കെ, അപ്പം -E × dx എന്ന് കിട്ടും. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതാ ഈ ചാർജ് കാരണം ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എഴുതുകയാണ്. 1/4πε0 നമുക്കറിയാം. പിന്നെ Q ബൈ അടുത്ത് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയ x². ഓക്കെ, ഇനി ഈ ഇക്വേഷൻ എടുത്ത് ഞാൻ ഇതിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടും dW - 1/4πε0 Q ബൈ x² dx. ഓക്കെ, ഇനി നമുക്കിവിടെ കിട്ടിയത്, ഇവിടെ ചെയ്ത ചെറിയ വർക്കാണ് കിട്ടിയത്. നമുക്ക് ആവശ്യം ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള വർക്കാണ് ആവശ്യം. അതായത് ഈ പോയിന്റ് നമ്മളങ്ങ് ഇൻഫിനിറ്റിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി തൊട്ട് ഈ R വരെയുള്ള വർക്കാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഏത് തൊട്ട് ഏത് വരെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി തൊട്ട് R വരെ ഉള്ള വർക്കാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വർക്ക് ഇൻ്റഗ്രൽ dW കൊടുക്കുന്നു. ഇനി = ഇൻ്റഗ്രൽ -1/4πε0 Q ബൈ x² dx. ഇനി ഇൻ്റഗ്രേഷൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇൻ്റഗ്രേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇൻഫിനിറ്റി തൊട്ട് R വരെയാണ്. ഓക്കെ, ഇൻഫിനിറ്റി തൊട്ട് ഏത് വരെയാണ്? R വരെയാണ്. ഇനി ഇൻ്റഗ്രൽ dW എന്ന് പറയുന്നത് നമ്മൾ എന്തിനായിട്ട് എടുക്കും? ക്യാപിറ്റൽ W, ടോട്ടൽ വർക്ക്. ഇനി ഇവിടെ നമുക്കറിയാം വേരിയബിൾ ആയിട്ടുള്ള ടേം x കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേമുകളെല്ലാം പുറത്തെടുക്കുക. അപ്പം -1/4πε0 Q ഇവർ ഇത്രയും പുറത്ത് വരും. മിച്ചം ഇൻഫിനിറ്റി ടു R. ഇവിടെ ഒരു 1/x²
dx എന്ന് കിട്ടും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം w is equal to q minus q by 4 pi epsilon 0 ഇൻറ്റു ഈ ഇൻ്റഗ്രൽ 1/x²നെ നമുക്കറിയാം, നമുക്കിങ്ങനെ എഴുതും. നമ്മളിവിടെ സൈഡിൽ എഴുതുകയാണ്. ഇവിടെ നോക്കുക, ഇൻ്റഗ്രൽ x raised to n എന്ന് പറയുന്നത് x raised to n plus 1 ഡിവൈഡഡ് ബൈ n plus 1 ആണ്. ഓക്കെ, അപ്പോൾ ആ ഫോർമാറ്റിൽ നമുക്ക് ഈ ഇൻ്റഗ്രൽ 1/x²നെ നമുക്കറിയാം, 1/x² നമുക്കിങ്ങനെ എഴുതാം, x raised to -2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ അറിയാം ഈ -2 അല്ലേ, ഇത് നമുക്കിങ്ങനെ എഴുതാം ഇൻ്റഗ്രൽ x raised to -2. ഓക്കെ, അപ്പോൾ ഇവിടെ n-ന്റെ സ്ഥാനത്താണ് ആര് കിടക്കുന്നത്, -2. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ x raised to -2 plus 1 ഡിവൈഡഡ് ബൈ -2 plus 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, x -2 plus 1 അല്ലേ, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ -2 plus 1 എന്ന് പറയുന്നത് x raised to -1 ഡിവൈഡഡ് ബൈ -2 plus 1 എന്ന് പറയുന്നതും -1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടും -x raised to -1 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് നേരെ വേണ്ടി തിരിച്ച് -1/x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ x raised to -2നെയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് -1/x എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇക്വേഷനിലോട്ട് കൊടുക്കാം. നമുക്ക് പറഞ്ഞു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r, ഇതിനെ നമ്മൾ എങ്ങനെ എഴുതി, x raised to -2 എന്ന് എഴുതി അല്ലേ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതായിട്ടിരിക്കുകയാണ്, ആ വാല്യൂ എടുത്ത് കൊടുക്കുക, -q/4 pi epsilon 0. ഇൻ്റഗ്രൽ അത്രയും ചെയ്തതിൻ്റെ വാല്യൂ ആണ് അവിടെ കിടക്കുന്നത് 1/x. ഓക്കെ, ഇനി ഇൻഫിനിറ്റി r. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഈ മൈനസിലേക്ക് പുറത്തെടുക്കുമ്പോൾ ഈ മൈനസും പ്ലസ് ആയി പോകും. മിച്ചം q/4 pi epsilon 0. അത് കഴിഞ്ഞ ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് r-ഉം ലോവർ ലിമിറ്റ് ആണ് ഏത്, ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് 1/r minus 1/infinity എന്ന് എഴുതും അല്ലേ. ഇനി നമുക്കറിയാം 1/infinity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is equal to 0 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷൻ q/4 pi epsilon 0 ഇൻറ്റു 1/r എന്ന് കിട്ടും. ഓക്കെ, മറ്റേതെന്തായിട്ട് മാറും 1/0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് w is equal to നമുക്ക് എഴുതാം 1/4 pi epsilon 0 ഇതിനകത്ത് കൊടുക്കുമ്പോൾ q/r. ഓക്കെ, ഇതാണ് അവിടെ ചെയ്ത വർക്കിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്കറിയാം ചെയ്യുന്ന വർക്കിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ചെയ്യുന്ന വർക്കിനെയാണ് ഇവിടെ എന്തായിട്ട് നമ്മൾ പറയുന്നത്, പൊട്ടൻഷ്യൽ. അതുകൊണ്ട് തന്നെ v is equal to നമുക്ക് 1/4 pi epsilon 0 q/r. ഓക്കെ, q/r. അപ്പോൾ ഈ ഇക്വേഷൻ ആണ് v is equal to 1/4 pi epsilon 0 q/r. ഇതാണ് ഒരു യൂണിറ്റ്, ഒരു പോസിറ്റീവ് ചാർജ് കാരണം, അല്ലെങ്കിൽ ഒരു ചാർജ് കാരണം ഒരു പോയിന്റിൽ, ഇപ്പോൾ ഇവിടെ a എന്ന് പറഞ്ഞ പോയിന്റ് വരെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ a എന്ന് പറഞ്ഞ പോയിന്റിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ v is equal to 1/4 pi epsilon 0 q/r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർജ് കാരണം a എന്ന് പറയുന്ന r ഡിസ്റ്റൻസിൽ മാറി ഇരിക്കുന്ന a എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത്, v is equal to 1/4 pi epsilon 0 q/r. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിച്ചു. പിന്നെ ഒരു ചാർജ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും അതിനൊരു എക്സ്പ്രഷൻ പഠിച്ചു. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് പഠിച്ചതായിരുന്നു, ആ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. v is equal to 1/4 pi epsilon 0 q/r. അതാണ് ഒരു ചാർജ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡൈപോൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ പാഠത്തിനകത്ത് നിങ്ങൾ പഠിക്കുന്ന സാധനമാണ് ഈ ഡൈപോൾ എന്ന് പറഞ്ഞാൽ. ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അല്ലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ഒരു പ്ലസ് ക്യൂവും ഒരു മൈനസ് ക്യൂവും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നീക്കി വെച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഡൈപോളിൽ നമ്മൾ നീക്കി വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് നമ്മൾ 2a ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് ഡൈപോളിനെ കുറിച്ച് പഠിക്കാനുള്ളത്, ഈ ഡൈപോൾ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത് ആക്സിയൽ ലൈനിലും അതുപോലെ തന്നെ ഇക്വിറ്റോറിയൽ ലൈനിലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നതിൻ്റെ ഇക്വേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻസ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇപ്പം ഈ ടൈമിൽ അറിയായിരിക്കും നമ്മൾ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് എന്തായിരിക്കും, ഡൈപോൾ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ചാർജ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് പഠിച്ചത്. ഇപ്പോൾ ഇവിടെ രണ്ട് ചാർജ് വന്നു. ആ ചാർജിൻ്റെ പ്രത്യേകത ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകളാണ് അവർ. അതുകൊണ്ട് തന്നെ അവരെ വിളിക്കുന്ന പേര് ഡൈപോൾ. അതുകൊണ്ട് ഡൈപോൾ കാരണം
അങ്ങ് ദൂരെ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ജോലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡൈപോൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഒരു ഡൈപോൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്നൊരു ഡൈപോൾ എടുത്തിട്ടുണ്ട്. അവരെ 2a ഡിസ്റ്റൻസിൽ നീക്കി വെച്ചിരിക്കുകയാണ്. ഇനി അങ്ങ് ദൂരെ ഒരു പോയിന്റ് ഞാൻ എടുത്തു, പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ബാക്കി നമുക്ക് ഫിഗറിൽ ബാക്കി അടയാളപ്പെടുത്താം. ഇനി ഈ പി പ്ലസ് ക്യൂ തൊട്ട് നമ്മളെ എടുത്തിരിക്കുന്ന പോയിന്റ് പി വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ R1 ആയിട്ടും അടുത്ത് മൈനസ് ക്യൂ തൊട്ട് ഈ പോയിന്റ് വരെയുള്ള നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ് വരെയുള്ള ദൂരം R2 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ഡൈപോളിനൊരു സെൻറ്റർ കാണും അല്ലേ? ആ സെൻറ്റർ തൊട്ട് നമ്മൾ ഈ പോയിന്റ് പി വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ R എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലസ് ക്യൂ തൊട്ട് പി വരെയുള്ള പോയിന്റിനെ R1 എന്നും മൈനസ് ക്യൂ തൊട്ട് പി വരെയുള്ള പോയിന്റിനെ R2 എന്നും പിന്നെ ഡൈപോളിൻ്റെ സെൻറ്റർ തൊട്ട് പി വരെയുള്ള പോയിന്റിനെ R എന്നും വിളിച്ചു. ഇനി അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുകയാണ്. ഓക്കെ, 90 ഡിഗ്രി. എന്നിട്ട് ആ പോയിന്റുകളെ ഞാൻ പേര് കൊടുക്കുന്നു. എ, ഇതിന് ബി എന്നും ഇതിന് പിന്നെ സി എന്നൊരു പോയിന്റ് പേര് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഫിഗറിൽ നിങ്ങൾക്ക് ഓക്കെ ആകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈപോൾ കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിൻ്റെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ജോലി. അതിന് വേണ്ടിയിട്ട് പി എന്ന് പറഞ്ഞ പോയിന്റിൽ പ്ലസ് ക്യൂ കാരണം പ്ലസ് ക്യൂ തൊട്ട് പി വരെയുള്ളത് R1, അടുത്ത മൈനസ് ക്യൂ തൊട്ട് പി വരെയുള്ളത് R2, സെൻറ്റർ തൊട്ട് നമ്മൾ R എന്ന് ഇടും. പിന്നെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, AC എന്ന് പറയുന്നൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മൾ ഡെറിവേഷനിലോട്ട് പോവാം. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡ്യൂ ടു പ്ലസ് ക്യൂ അറ്റ് പോയിന്റ് എ അറ്റ് പോയിന്റ് പി. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചായിരുന്നു വെറും ഒരൊറ്റ ചാർജ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇതിനെ രണ്ട് ചാർജാക്കി കൺസിഡർ ചെയ്യുകയാണ്. ആദ്യം ഞാൻ പ്ലസ് ക്യൂ എടുക്കുകയാണ്. പ്ലസ് ക്യൂ കാരണം നമുക്കറിയാം പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. ആ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ വി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ഡിസ്റ്റൻസ് R. ഓക്കെ, അടുത്ത് രണ്ടാമത് ഇതേപോലെ നമ്മൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആര് കണ്ടുപിടിക്കണം? മൈനസ് ക്യൂ എടുക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു മൈനസ് ക്യൂ അറ്റ് പി. ഓക്കെ, അത് നമ്മൾ വി മൈനസ് ക്യൂ എടുക്കുകയാണ്. ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ R. ഓക്കെ, ഇനി ഇവിടെ കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്. നമ്മൾ ഇത് ഏതായിരുന്നു? പ്ലസ് ചാർജ് ആയിരുന്നു. പക്ഷേ ഇവൻ മൈനസ് ചാർജ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവനൊരു മൈനസിലോട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ സോറി R1 അല്ല R2. ഓക്കെ, ഇനി അപ്പോൾ രണ്ട് പൊട്ടൻഷ്യൽ ഒരേ പോയിന്റിൽ രണ്ട് ചാർജുകൾ കാരണം പൊട്ടൻഷ്യൽ ഉണ്ട് കഴിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ നെറ്റ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഇവിടെ അനുഭവപ്പെടുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ വി ഇസ് ഈക്വൽ ടു നമുക്കറിയാം വി പ്ലസ് ക്യൂ പ്ലസ് വി മൈനസ് ക്യൂ. ഓക്കെ, ഇനി വി ഇസ് ഈക്വൽ ടു നമുക്കറിയാം വി പ്ലസ് ക്യൂവിൻ്റെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1/4πε0 ക്യൂ ബൈ R1. ഇനി മറ്റവൻ്റെ മൈനസ് ആണ്. അതുകൊണ്ട് മൈനസ് പ്ലസ് ആയാലും നമ്മളിവിടെ സെൻറ്ററിൽ മൈനസ് ആയി പോകും. അപ്പം 1/4πε0 ക്യൂ ബൈ R2. ഓക്കെ, ഇനി നമുക്കിവിടെ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ പുറത്തെടുക്കാം. നമുക്കറിയാം ഇവിടെ 1/4πε0 ക്യൂ കോമൺ ആണ്. അതുകൊണ്ട് ക്യൂ ബൈ 4πε0 ഞാൻ പുറത്തെടുത്തു. മിച്ചം 1/R1 മൈനസ് 1/R2. ഇനി ഇവരെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്യൂ ബൈ 4πε0 ഇൻറ്റു R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2. ഓക്കെ, ആദ്യം നമ്മൾ R2 മൈനസ് R1, അത് കഴിഞ്ഞ് ഇവരെ രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ താഴെ എഴുതി R1 ഇൻറ്റു R2. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഇപ്പോൾ കിട്ടി. വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 R2 മൈനസ് R1 ഡിവൈഡ് ബൈ R1 R2. ഇനി ഇവിടെ നമ്മൾ ചെറിയ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ R2 മൈനസ് R1 ഇവിടെ ഫിഗറിലോട്ട് നോക്കുക. R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് R2. ഇനി ഈ R2ൽ നിന്ന് R1 കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ R2ൽ നിന്ന് ഈ R1 ഇവിടെ ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിച്ചം കിട്ടുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, BC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം R2 മൈനസ് R1
ഇസ് ഈക്വൽ ടു ബി സി എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബി സിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. കാരണം ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി, ഓക്കെ, ബി സി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു പെർപെൻഡിക്കുലർ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ ഒരു ഇവിടെ തീറ്റ ഞാൻ അപ്ലൈ ചെയ്യാൻ മറന്നുപോയി. ഇവിടെ നമ്മളൊരു തീറ്റ കൊടുക്കുന്നു, അതുപോലെ തന്നെ ഇവിടെ തീറ്റ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആംഗിൾ അവരോട്ട് വയ്ക്കുന്ന ആംഗിളാണ് ഇവിടെ തീറ്റയായിട്ട് എടുത്തത്. അപ്പോൾ ഈ തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ എ ബി സിയിൽ നമുക്കറിയാം സൈൻ തീറ്റ എടുക്കാം. ഓക്കെ, സൈൻ തീറ്റ അല്ല, നമുക്ക് ഇവിടെ കോസ് തീറ്റ എടുക്കാം. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ എടുക്കുമ്പോൾ നമുക്കറിയാം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ സൈൻ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ ആര് ബി സി എന്ന് പറയുന്നത്. ബി സി ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ഇവിടുത്തെ 2a ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബി സിക്ക് ഇവിടെ നിന്ന് എക്സ്പ്രഷൻ കിട്ടും. ബി സി ഇസ് ഈക്വൽ ടു 2a കോസ് തീറ്റ. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബി സിക്ക് പകരം അല്ലെ R2 മൈനസ് R1 ആണ് നമ്മൾ എന്തായിട്ട് എടുത്തത്, ബി സി ആയിട്ട് എടുത്തത്. ആ ബി സിക്ക് നമ്മൾ ഇവിടെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചു, ബി സി ഇസ് ഈക്വൽ ടു 2a കോസ് തീറ്റ. അപ്പോൾ ഈ R2 മൈനസ് R1 പകരം നമ്മൾ എന്ത് കൊടുക്കും, 2a കോസ് തീറ്റ കൊടുക്കും. ഇനി അടുത്തൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ R1ഉം R2ഉം Rഉം എല്ലാവരും ഒരു ചെറിയ ഡിസ്റ്റൻസിന്റെ വ്യത്യാസമാണ്. നമുക്കറിയാം ഈ ഡൈപോൾ തന്നെ വളരെ ചെറിയ ഡിസ്റ്റൻസ്, ചാർജ് തന്നെ വളരെ ചെറുതാണ്. അപ്പോൾ രണ്ട് ചാർജിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് എടുക്കുന്ന ഈ ഡിസ്റ്റൻസുകളൊക്കെ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ അസ്യൂം ചെയ്യും ഓക്കെ, R1 ഈസ് ഈക്വൽ ടു R2, അതായത് ഈ R1ഉം R2ഉം ഏകദേശം ഈക്വൽ ആണ്. പിന്നെ ഇസ് ഈക്വൽ ടു ആർക്ക് ഈക്വൽ ആയിരിക്കും, ഈ Rന് ഈക്വൽ ആയിരിക്കും എന്നിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ താഴെയുള്ള ഈ R1നും R2നും വരെ നമ്മൾ എന്ത് കൊടുക്കും, R കൊടുക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് നോക്കാം. ബി സി ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ബി സി അല്ലേ, ഞാൻ പറഞ്ഞായിരുന്നു R1 മൈനസ് R2ന് പകരമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ബി സി കൊടുക്കുന്നത്. ബി സിയുടെ ഇക്വേഷൻ എന്താണ്, 2a കോസ് തീറ്റയാണ് ഡിവൈഡഡ് ബൈ R1 R2 അവർ രണ്ടുപേരെ നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ട്, R ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് R ഇൻറ്റു R സ്ക്വയർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഈ Q ഇൻറ്റു 2a നിങ്ങൾ എവിടെയും കണ്ടുണ്ടായിരിക്കും. നിങ്ങൾ പഠിച്ചു, ഡൈപോൾ പഠിച്ചപ്പോൾ ഡൈപോളിൻ്റെ സ്ട്രെങ്ത് P ഈസ് ഈക്വൽ ടു ഡൈപോൾ മൊമെൻറ്റ് നിങ്ങൾ പഠിച്ചു 2aq എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു. ഓക്കെ, നിങ്ങൾ പഠിച്ചായിരുന്നു 2aq എന്ന് പറഞ്ഞ ഡൈപോൾ മൊമെൻറ്റ്. അതുകൊണ്ട് ഈ സാധനത്തിന് നമുക്ക് മാറ്റിയതിന് ശേഷം V ഈസ് ഈക്വൽ ടു 1/4πε0 ഈ 2aqന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, P കൊടുക്കുന്നു. മിച്ചം അവിടെ ഉള്ള ആളെന്ന് പറയുന്നത് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, ഡൈപോൾ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിൻ്റെ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് V ഈസ് ഈക്വൽ ടു 1/4πε0 P കോസ് തീറ്റ ബൈ R സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഓരോ കേസുകൾ അപ്ലൈ ചെയ്യാം. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു, ഓക്കെ, തീറ്റ എന്ന് പറയുന്നത്, അതായത് ഈ തീറ്റ എന്ന് പറയുന്നത് ഈ പോയിന്റ് ഓടി വന്ന് ഇവിടെ ഇരിക്കുകയാണെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവും. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ എത്രയാവും, 90 ഡിഗ്രി. ഓക്കെ, അതായത് ഈ പോയിന്റ് ഞാൻ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുകയാണ്, ഈ പോയിന്റിൽ വയ്ക്കുകയാണ്. അപ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാകും, 90 ഡിഗ്രി ആവും. അതായത് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാത്രം നോക്കാം, 1/4πε0 P കോസ് 90. ഓക്കെ, കോസ് 90 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. നമുക്കറിയാം കോസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. കോസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്കറിയാം V ഈസ് ഈക്വൽ ഇക്വേഷൻ എങ്ങനെ മാറും, കോസ് 90 ഇവിടെ 0 വരുമ്പോൾ ടോട്ടൽ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ തീറ്റ 90 ഡിഗ്രി ആവുന്ന സമയത്ത് നമുക്ക് പൊട്ടൻഷ്യൽ ഇല്ല, അതായത് ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ ഇല്ല. V എന്ന് പറഞ്ഞാൽ V ഈസ് ഈക്വൽ എന്തായിരിക്കും, 0. പൊട്ടൻഷ്യൽ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നെറ്റ് എഫക്റ്റ് ആണ് എന്തായി മാറുന്നത്, 0 ആയിട്ട് മാറിപ്പോകുന്നത്. ഓക്കെ, അടുത്ത് ഈ തീറ്റ ഈസ് ഈക്വൽ ടു, അടുത്ത് എടുക്കുക, തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് എടുത്തുകൊണ്ട് ഞാൻ നേരെ ഇവിടെ വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ അത് എത്ര, ഒറ്റ ലൈൻ. അപ്പോൾ പിന്നെ തീറ്റ ഉണ്ടോ, ഇല്ല. നമുക്കറിയാം തീറ്റ കുറഞ്ഞ് ഈ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിന്റ് ഇങ്ങനെ വന്ന് ഇവിടെ എത്തുന്നു. അപ്പോൾ പിന്നെ എന്തില്ല, തീറ്റ ഇല്ല. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത്, 0. തീറ്റ ഈസ് ഈക്വൽ ടു 0 ആവുന്ന കണ്ടീഷനിൽ V ഈസ് ഈക്വൽ ടു നമുക്കറിയാം 1/4πε0 P കോസ് 0 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. എന്നാൽ നമുക്കറിയാം കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇവിടെ നിന്ന് ഇക്വേഷൻ കിട്ടും, V ഈസ് ഈക്വൽ ടു 1/4πε0 P ബൈ R സ്ക്വയർ. ഓക്കെ, അതായത് തീറ്റ 0 ഡിഗ്രി ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് നേരെ വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മാക്സിമം, എന്നാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ ഇല്ല, പൊട്ടൻഷ്യൽ 0 ആണ്. ഇനി ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത് ഏത് ലൈനാണ്,
രണ്ട് ചാർജുകൾ സെയിം ലൈനിൽ ഒരൊറ്റ ലൈനിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതായത് ആക്സിയൽ ലൈനാണ്. ഓക്കെ, അതിന് പറയുന്ന പേരെന്താണ്? ആക്സിയൽ ആണ്. ഓക്കെ, അപ്പം തീറ്റ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ആക്സിയൽ ലൈനും. ഇനി തീറ്റ 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഓക്കെ, ഈ രണ്ട് പേര് നടുക്കായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അതായത് ഇവിടെ സെൻട്രൽ. അപ്പോൾ അതായത് ഏതാണ്? ഇക്വിറ്റോറിയലാണ്. നിങ്ങൾ മറ്റേ പഠിച്ചിരുന്നു ഇക്വിറ്റോറിയൽ. ഓക്കെ, അപ്പം ഇക്വിറ്റോറിയലും ആക്സിയലും. തീറ്റ 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഇക്വിറ്റോറിയൽ ആണ്. അപ്പോൾ ഇക്വിറ്റോറിയലിൽ പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ 0 ആണ്. ഒരു ഡൈപോൾ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ 0 ആണ്. എന്നാൽ ആക്സിയൽ ലൈനിൽ നോക്കുമ്പോൾ തീറ്റ ഇസിക്വൽ ആ സമയത്ത് 0 ഡിഗ്രി ആവും. ആ സമയത്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മാക്സിമം ആണ്. ഓക്കെ, ഈ സമയത്താണ് പൊട്ടൻഷ്യൽ എന്താകുന്നത്? ഇവിടെ മാക്സിമം ആകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചു. ഒന്നുകൂടെ ജസ്റ്റ് ഞാൻ ഓടിച്ച് പറയാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഡൈപോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഡൈപോൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്ന് പറയുന്ന ഡൈപോൾ. അപ്പോൾ ഈ പ്ലസ് ക്യൂ ചാർജും മൈനസ് ക്യൂ ചാർജും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവർ കാരണം ഉണ്ടാകുന്ന പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചാർജിൽ ഈ ഡൈപോൾ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. സെപ്പറേറ്റ് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പ്ലസ് ക്യൂ അറ്റ് പി എടുത്തു മതി. ഓക്കെ, ഈ പ്ലസ് ക്യൂ കാരണം പിയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഞാൻ എഴുതി. V = 1/4πε0 Q/R. അടുത്ത് മൈനസ് ക്യൂ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എഴുതി. വേറെ ഡിഫറൻസ് ഇല്ല, ഒരു മൈനസ് കൂടെ വരും. പിന്നെ ആറിന്റെ സ്ഥാനത്ത് ആര് വരും? R2 വരും. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. ഓക്കെ, രണ്ടുപേരും കൂടെ ചെന്ന് ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കാരണം ഉണ്ടാകുന്ന കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ എടുക്കുക. അതായത് V = V + Q + V - Q. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ആഡ് ചെയ്തെടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവരെ പിടിച്ച് വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കറിയാം കോമൺ ആയിട്ടുള്ളവർ നമ്മൾ പുറത്തെടുത്തു. മിച്ചം 1/R1 - 1/R2. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചു. R2 - R1/R1 R2. ഇനി ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഇതൊന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. കാരണം നമ്മൾ ഇത്രയും നമ്മൾ മാത്സിന്റെ രീതിയിൽ നമ്മൾ ചെയ്ത് വന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ ചെറിയൊരു നമ്മളൊരു അസംഷൻസ് എടുക്കുകയാണ്. ഇവിടെ R2 - R1 എന്ന് പറയുന്നത് നിങ്ങളോട് ഫിഗർ നോക്കി കണ്ടുപിടിക്കുക. R2 ടോട്ടൽ, അതിൽ നിന്ന് R1 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മിച്ചം എന്ന് പറയുന്നത് BC ആണ്. ഇനി ആ BC പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ? അവിടെ നിന്ന് ഒരു തീറ്റ എടുത്തു. ആ തീറ്റ എന്ന് പറയുന്നത് അതിൽ വെച്ച് നമ്മൾ കോസ് തീറ്റ എടുത്തു. ആ ട്രയാങ്കിൾ എടുത്ത് കോസ് തീറ്റ എടുത്ത് അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? BCക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ BCയുടെ വാല്യൂനാണ് നമ്മൾ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഈ വാല്യൂ അതായത് R1 = R2 = നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? R ആയിട്ട് എടുക്കുന്നു. കാരണം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ 2a ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ഡിസ്റ്റൻസ് ഈസ് വെരി സ്മോൾ ആയതുകൊണ്ടാണ്. ഓക്കെ, അതായത് ഡൈപോളിന്റെ അവർക്കിടയിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായത് കൊണ്ടാണ് നമ്മൾ ആ R1 = R2 = എന്തായിട്ട് എടുക്കുന്നത്? R ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം V = Q/4πε0 2a cos θ അല്ലേ? ഇതിന്റെ സ്ഥാനത്ത് 2a cos θ /R². ഓക്കെ, അപ്പോൾ ഇനി ഈ വാല്യൂ Q × 2a നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി 1/4πε0 P cos θ /R². ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന, ഒരു ഡൈപോൾ കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. P cos θ /R² ആണ് ഇക്വേഷൻ. എന്നാൽ ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആംഗിൾ കൊടുക്കുകയാണ്. ആംഗിൾ വെച്ച് കൊടുക്കുകയാണ്. തീറ്റ = 90 ഡിഗ്രി കൊടുക്കുകയാണ്. തീറ്റ = 90 ഡിഗ്രി ആകുമ്പോൾ ഈ പോയിന്റ് ഓടി വന്ന് ഇവിടെ ഇരിക്കും. ഓക്കെ, അതായത് ആ ലൈനിനെ പറയുന്ന പേരാണ് ഇക്വിറ്റോറിയൽ ലൈൻ. ഓക്കെ, ആ സമയത്ത് നമുക്കറിയാം തീറ്റ 90 ഡിഗ്രി എന്നാൽ കോസ് 90 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായി പോകും? 0 ആയി പോകും. അത് കഴിഞ്ഞതിന് ശേഷം തീറ്റ = 0 കൊടുക്കുന്നു. തീറ്റ = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീറ്റ ഇല്ല. ഈ പോയിന്റ് ഇങ്ങനെ വന്ന് ഇവർക്ക് ഇവിടെ സെയിം ലൈനിൽ വന്നിരിക്കുകയാണ്. അതിനെ പറയുന്ന പേരാണ് ആക്സിയൽ ലൈൻ. ഓക്കെ, അങ്ങനെ ആക്സിയലിൽ ഇരിക്കുന്ന സമയത്ത് തീറ്റ 0 ആകുന്നു. 0 ആകുന്ന സമയത്ത് നമുക്കറിയാം cos 0 1 ആണ്. cos 0 1 ആകുന്ന സമയത്ത് നമുക്ക് വാല്യൂ മാക്സിമത്തിൽ കിട്ടുന്നു. അതായത് പൊട്ടൻഷ്യൽ മാക്സിമം എന്ന് പറയുന്നത് ആക്സിയൽ ലൈനിലാണ്. 1/4πε0 P/R². ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.